ഗുഡ് ഈവനിങ് ടു എവരിബഡി. നമ്മുടെ കോളേജിലെ മിസ് ജയദേവിയെ ഓൾ കോളേജ് സൗന്ദര്യ മത്സരത്തിൽ ഈ വർഷത്തെ സൗന്ദര്യ റാണിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ വിജയകിരീടം അണിയിക്കുന്നതായിരിക്കും. ഇനി ഒന്നേ ബാക്കിയുള്ളടി പ്രേമം. അതാരും പറയാം. നോക്ക് കോളേജ് ഫ്രണ്ട്സ്, മിസ് ജയദേവിയെ വീണവായന മത്സരത്തിൽ കേരള സ്റ്റേറ്റിൽ ഒന്നാമതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവരെ അനുമോദിക്കാൻ ഈ സന്ദർഭം ഞങ്ങൾ വിനിയോഗിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സംസ്ഥാന തലത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാമതായി പാസ്സായ മിസ് ജയദേവിയെ അനുമോദിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പഠനത്തിൽ മാത്രമല്ല മറ്റ് വിവിധ കലാരംഗങ്ങളിലും ഈ മിടുക്കിയെ ഒന്നാം സ്ഥാനത്തെത്തിച്ചത് കഠിനാധ്വാനവും സ്ഥിരവിശ്വാസമാണെന്ന സത്യം മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മെഡൽ ഞാൻ മിസ് ജയദേവിക്ക് സമ്മാനിക്കുന്നു. കൊടുക്കില്ല അല്ലേ? വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക ഘടനയുടെ തകരാറുകൾ പല കുടുംബങ്ങളെ ബാധിക്കാറുണ്ട്. കുടുംബത്തിൽ അംഗങ്ങൾ പെരുകുകയും വരവിൽ വർധനവില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ദാരിദ്ര്യം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സാധാരണയാണ്. ഈ സാഹചര്യം നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യങ്ങളെ പിന്തുടരുന്നു. നല്ലതങ്കയുടെ കഥ നിങ്ങൾക്കെല്ലാം അറിയാം. അവരും 7 കുഞ്ഞുങ്ങളും നിരന്തരമുണ്ടായ പട്ടിണി സഹിച്ചു വയ്യാതായപ്പോൾ കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞു കൊണ്ടിട്ട് അവരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. നല്ലതങ്ക സമൂഹത്തോട് പ്രതികാരം ചെയ്യുകയായിരുന്നു. നോ, ആത്മഹത്യ ഒരിക്കലും പ്രതികാരമല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരവുമല്ല. നല്ലതങ്ക ഒരു വിധിയായിരുന്നു. വാട്ട് യു മീൻ? ദാരിദ്ര്യത്തിന്റെ ഇടയിലും 7 എണ്ണത്തിന് പ്രസവിക്കാൻ അവർക്ക് വിഷമമില്ലായിരുന്നു. ആ കാലത്ത് ഫാമിലി പ്ലാനിംഗ് ഇല്ലായിരുന്നു. ഞാൻ സമ്മതിക്കുന്നു, ഗർഭം തടയാൻ അന്ന് മരുന്നില്ലായിരുന്നു. പക്ഷേ ആരോഗ്യമുള്ള ഭർത്താവ് ഉണ്ടായിരുന്നിട്ടും അയാളെ കൊണ്ട് അധ്വാനിപ്പിക്കാനും സമ്പാദിപ്പിക്കാനും കഴിയാതിരുന്ന നല്ലതങ്ക ഒരു നല്ല ഭാര്യയോ അമ്മയായിരുന്നില്ല. ഇത്തരം സ്ത്രീകൾ ഇന്നുമുണ്ട് ഈ നാടിന്റെ ശാപമായി. ഭർത്താവ് കള്ളുകുടിയനോ കുഴിമടിയനോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം നരകമാക്കുന്നവർ ഒരു നല്ല ഭാര്യ വിചാരിച്ചാൽ തിരുത്താനാവാത്ത ഒരു പുരുഷനും ലോകത്തിലില്ല. നോക്കിയിട്ട് ഒരു കാര്യമില്ലെന്നേ. ഇപ്പോഴേ തടി കൂടിയിരിക്കുക. എനിക്കൊന്നും വേണ്ട. ഭക്ഷണം വന്നില്ല. കുഞ്ഞ് വൈകിട്ട് കുറച്ച് താമസിച്ചു വരും. ശരി, അപ്പൊ നീ വരുന്നില്ലേ ഭക്ഷണം? വേണ്ട, നീ ഒരു തമസപ്പ് കഴിച്ച് ഉറങ്ങാൻ പോവുക. അല്ല, മാഡം എന്താ ഇവിടെ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മാഡം ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ല, നമ്മുടെ റോബിൻഹുഡ് ഇവിടെ ഒന്ന് ഊണിരിക്കാനിരുന്നു. ഇന്നത്തെ ഭക്ഷണം എന്റെ കൂടെ കഴിക്കണം. മാഡം ഒന്ന് മൂഡൌട്ടാണല്ലോ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് മാഡത്തിന് പിടിച്ചില്ലെന്നുണ്ടോ? ഐ എം വെരി സോറി മാഡം. ഒന്നുമില്ല. എങ്കിൽ നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാം. മാഡം, എന്താ ഇത്? ഇതാണോ മാഡത്തിന്റെ നെഞ്ച്? ദേവി,
ജീവിച്ചിരിക്കുന്ന നല്ല തങ്കയാണ് ഞാൻ. ചില ദിവസങ്ങളിൽ ഇതുപോലും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ മേഡം? എനിക്ക് ഉദ്യോഗമുണ്ട്, ഉയർന്ന ശമ്പളവുമുണ്ട്. പക്ഷേ അതിലെത്രയോ ഇരട്ടി പ്രാരബ്ധങ്ങളുണ്ട്. 4 പേർക്കൊപ്പം അന്തസ്സായിട്ട് എന്റെ മക്കളെ വളർത്താൻ, പഠിപ്പിക്കാൻ അവരുടെ അമ്മ പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വരുന്നു. മേഡം, യുവർ ഹസ്ബൻഡ്? ഉണ്ട്. മദ്യത്തിന്റെ അടിമയായ മനുഷ്യൻ. ഞാനത് സഹിക്കണം. എന്റെ മക്കൾക്ക് അച്ഛൻ വേണമല്ലോ. മേഡം, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അതെ. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്. കൊച്ചുങ്ങൾക്ക് അച്ഛൻ വേണമെന്ന് വെച്ച് ഉത്തരവാദിത്വമില്ലാത്ത കള്ളുകുടിയനെ ഭർത്താവായി സഹിക്കുന്ന നിങ്ങളുണ്ടല്ലോ. സ്ത്രീവർഗത്തിന് തന്നെ ഒരു അവമാനമാണ്. അയ്യോ, എനിക്കറിയരുത്. അതെന്റെ വിധിയാണ് മോളെ. ഒരു കുടുംബസ്ഥയാവുമ്പോഴേ നിനക്കത് മനസ്സിലാവും. ഒരു വിധിയുമില്ല. നിങ്ങളുടെ കഴിവുകേടാണിത്. ഞാനൊരു ഭാര്യയാകുമെങ്കിൽ എന്റെ ഭർത്താവ് ആരും ആകട്ടെ, വീടിനോടും നാട്ടിനോടും ഉത്തരവാദിത്വമുള്ള ആളാക്കിയെടുക്കാൻ എനിക്ക് കഴിയും. ഒരു നല്ല ഭാര്യയുടെ ചുമതലയാണത്. ഇതാ ഞാൻ ചലം ചെയ്യുന്നു. ഇതാണ് എന്റെ ജീവിത ലക്ഷ്യം. എനിക്ക് കഴിയാത്തതാണെങ്കിലും അത് നിങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ജയദേവി, നിന്റെ വിവാഹത്തിന് ഞാൻ ആരതി എടുക്കും. ആ ദാമ്പത്യം കണ്ടുപഠിക്കാൻ ഞാൻ കാത്തിരിക്കും. ഓൾ ദി സക്സസ്. താങ്ക് യു മാഡം. ഇന്ന് രാവിലെ ഇവിടുന്ന് എല്ലാവരും പോയതിനു ശേഷം ഞാനാണ് ഇവിടുത്തെ രാജാവ്. ഞാനാണ് ഇവിടുത്തെ രാജകുമാരി. എവിടെ വേണമെങ്കിലും അടി, അവിടെ മാത്രം അടിക്കരുത്. എന്താണ് ഞാൻ ഇവിടെ ചെയ്തൊരു ശൃംഗാരം? ഒന്നുമില്ല. എന്താണ് ശൃംഗാരം? അല്ല, ഈ പാരന്റയുടെ വിധം. അതോ എന്നാ വേവിടി. ഉടമാളൂ, എന്തോ കൊച്ചമ്മ എവിടെ? ക്ലബിൽ പോയിരിക്കുന്നു. ചായ ഉണ്ട്. അല്ല, വന്നിട്ട് അധിക സമയമായോ? ജയദേവി കോളേജിൽ നിന്നും വന്നില്ലേ? നല്ല കാര്യമായി. നിങ്ങളുടെ മോൻ ടെന്നീസ് മാച്ചിന് പോകുന്നെന്ന് പറഞ്ഞല്ലേ പോയത്. പിന്നെ അവളെങ്ങനെ പോകാതിരിക്കും? എന്നെങ്കിലും കൃത്യസമയത്ത് അവർ വീട്ടിൽ വന്നിട്ടുണ്ടോ? അവർക്ക് ജീവിതത്തെ പറ്റി ഇതുവരെ ഒരു ബോധം വന്നിട്ടില്ല. അതെന്റെ കുറ്റമാണെന്ന് പറയാൻ പോവുമായിരിക്കും. അവളെ അധികം കൊഞ്ചിച്ച നിങ്ങളല്ലേ? ഡാഡി, വണ്ടർഫുൾ ടെന്നീസ് മാച്ച്. ഇന്നത്തെ ദിവസം ചേട്ടന്റേതായിരുന്നു. വേൾഡ് ഫേമസ് രാമനാഥൻ കൃഷ്ണൻ പോലും അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ഭക്ഷണത്തിന് നമുക്ക് അപ്രിസിയേഷൻ മാത്രം മതിയെന്ന് വയ്ക്കാം. അല്ലെങ്കിൽ ഡാഡി എപ്പോഴും ഇങ്ങനെ. നല്ല മോനെ, അങ്ങനെയല്ല. ഡാഡി നിങ്ങളുടെ ഭാവിയെ നോക്കി കാണാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടേത് മാത്രമല്ല, വരുന്ന തലമുറയുടെ മൊത്തം. എന്തോ എനിക്കതിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല. നാളെ ഓർത്ത് ഡാഡി ദുഃഖിക്കണമെന്നില്ല. അത്ര പെട്ടെന്ന് ഇവിടെ പ്രളയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകും. അതിനൊക്കെ നേതൃത്വം ഉണ്ടാവും. ദാറ്റ് ഈസ് കറക്റ്റ്. യുവതലമുറയുടെ വാഗ്ദാനങ്ങളെ നിൽക്കൂ. എന്റെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്ന യുവജന സമൂഹമേ, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? നിൽക്കൂ, തിരിഞ്ഞു നോക്കൂ. 20-ാം നൂറ്റാണ്ടിലെ വീരസിംഹങ്ങളെ, യുവജന സംഘടനയുടെ നേതാവെന്ന നിലയ്ക്ക് നിങ്ങളെ ഞാൻ ആനയിക്കുന്നു, അഭിനന്ദിക്കുന്നു. വരുവിൻ മുന്നോട്ട്. എല്ലാ നാടുകൾക്കും നമ്മുടെ നാട് ഒരു മുൻഗാമി എന്ന് പറയത്തക്ക വിധം നമ്മളിൽ ഓരോരുത്തരും ഉയർന്നു നിൽക്കണം. നമ്മുടെ നാട്ടിലില്ലാത്ത എന്താണ്? നാം എല്ലാം ഉയരണമെന്ന ചിന്ത മാത്രമാണ്. പുതിയ ശക്തി, പുതിയ പ്രപഞ്ചം, ഏവർക്കും എല്ലാം സ്വന്തം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നാം കാര്യാർത്ഥമായി ചിന്തിക്കേണ്ട അവസരം അടുത്തു കഴിഞ്ഞു. അധ്വാനം, അധ്വാനം, അധ്വാനം നമ്മുടെ എല്ലാം ജീവശ്വാസമായി മാറണം. ഉണർന്നിരിക്കാൻ ജനിച്ച എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് ഉറങ്ങുകയാണോ? നിങ്ങൾ ശാശ്വതമായി ഉറങ്ങാനിരിക്കുന്ന അവസാന നിമിഷത്തിൽ പോലും നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് 7 ജന്മം കൊണ്ട് നാം അധ്വാനിക്കേണ്ടത് അത്രയും കൂടുതൽ ഈ ജന്മം കൊണ്ട് അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാവിയെ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. തിളയ്ക്കുന്ന ചോരയും തിളങ്ങുന്ന കണ്ണുകളും പുരുഷ ലക്ഷണമായിരിക്കണം. നോക്കി നിൽക്കാൻ ഇനി നേരമില്ല. ചെയ്തു തീർക്കാൻ ധാരാളമുണ്ട്. വരൂ, യുവജന സമൂഹമേ വരൂ.
യുവജന മുന്നേറ്റ സംഘടനയിൽ അംഗമാകുവിൻ. പരിവർത്തനത്തിന്റെ പടധ്വനി എങ്ങും മുഴങ്ങുന്നു. നിങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ എന്റെ കൈകൾക്ക് ശക്തി കൂട്ടുവിൻ. ഇതുപോലെ പ്രസംഗം തൊഴിലാക്കി നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത് ഓഫി. എന്താ നാരായണമ്മ, എന്ത് പറ്റി? ഇന്ന് രാവിലെ നമ്മുടെ പട്ടിക്കുട്ടി ഇട്ടു. ഇതാ ചായ, ചുടു ചായ. ഇന്നലെ ടിവിയിൽ പ്രസംഗിച്ച ഭാസ്കർ സാറിന്റെ ഫോട്ടോ. വലിയ വലിയ ആൾക്കാരുമായി ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കുഞ്ഞ് പറ്റിയ ചാൻസ്. നല്ല ഫോട്ടോ എടുക്കാം, കയ്യപ്പങ്ങൾ വാങ്ങിക്കാം. എന്റെ ജീവനായ യുവജനങ്ങളെ, യുവജന മുന്നേറ്റ സംഘടനയുടെ സിദ്ധാന്തത്തിലും പ്രവർത്തന സമ്പ്രദായത്തിലും വിശ്വാസം ഉൾക്കൊണ്ട് കടന്നു വന്ന ഒരു വീരാംഗന മിസ് ജയദേവിക്ക് ഞാൻ ഔദ്യോഗികമായി അംഗത്വം നൽകുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, ഈ പുതിയ ശക്തി, പുതിയ പ്രപഞ്ചത്തിൽ എന്നെയും ഒരു അംഗമായി അംഗീകരിച്ചതിൽ യുവജന മുന്നേറ്റ സംഘടനയുടെ നേതാവിനോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുവാൻ ഈ വിലയേറിയ അവസരം വിനിയോഗിച്ചുകൊള്ളുന്നു. ഏത് കണ്ടോ? അവൾ വിജയഭാസ്കറിന്റെ സംഘടനയിൽ ചേർന്നിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? നിന്നെ കോളേജിൽ അയക്കുന്ന അഴിഞ്ഞാണോ? പ്ലീസ് യു ഷട്ട് അപ്പ്. എന്ത് സാമൂഹ്യ പ്രവർത്തനമാണ് എന്റെ ലക്ഷ്യം? ഇവരാരാണെന്ന് നിനക്കറിയാമോ? ഏതോ എംബോക്സ് ഉണ്ടാക്കിയ സംഘടനയിൽ ചേർന്ന് ഫോട്ടോ വന്നിരിക്കുന്നു. ഡാഡി, ഞാനൊരു സാമൂഹ്യ ജീവിയാണ്. തനിക്ക് ചുറ്റും മനുഷ്യരുണ്ടെന്നുള്ള ബോധം എല്ലാവർക്കും വേണം. അതുകൊണ്ട് പാർട്ടി പ്രവർത്തനമാണെന്നാണോ? അല്ല, ആ പ്രവർത്തനത്തെ നയിക്കുന്ന വ്യക്തി മിസ്റ്റർ വിജയഭാസ്കർ ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ തേടിയ പൂർണ്ണത അയാളിലുണ്ട്. അത് നിശ്ചയിക്കുന്നത് നീ മാത്രമാണോ? അല്ല, എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം. ഡാഡി സംസാരിക്കൂ, ആളെപ്പറ്റി മനസ്സിലാക്കൂ. ഇതാണ് ശരിക്കുള്ള ബഡ്ജറ്റ്. എന്താ ചെയ്തത്? ഭാസ്കർ അച്ഛനെ ഒന്നൊന്ന് കാണണം, അത്യാവശ്യമാണ്. എന്താ കാരണം? വൈകുന്നേരം റൂമിലേക്ക് റെഡി ആയിരിക്കും. ഓക്കെ, തീർച്ചയായും വരാം. മിസ്റ്റർ ഭാസ്കർ വരൂ. മമ്മി, മമ്മി, ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും ഇവിടെ ഉണ്ട്. മിസ്റ്റർ ഭാസ്കർ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. മമ്മി, ഒന്ന് വേഗം വരൂന്നേ. ഇതാരാ വന്നിരിക്കുന്നോ നോക്കൂ. എന്തെടുക്കും അവിടെ? ഒന്ന് വേഗം വരൂന്നേ. ജയദേവി, വെറുതെ വെക്കാതെ. എല്ലാരും സാവധാനം വന്നാ മതി. ആ, വരൂ ഡാഡി. ഇതെന്റെ ഡാഡി. ഡാഡി, ഇത് മിസ്റ്റർ വിജയഭാസ്കർ, യുവജന മുന്നേറ്റ സംഘടനയുടെ നേതാവ്. ഹലോ. ആ മിസ്റ്റർ ഭാസ്കർ, എന്റെ ഡാഡി ഇന്തോ ജപ്പാൻ അംബാസഡറാണ്. ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജപ്പാന്റെ സാധനങ്ങളായിരിക്കുമല്ലോ വീട് മുഴുവൻ. അതൊന്നുമില്ല, എല്ലാം ഇന്ത്യൻ തന്നെ. എന്റെ ഡാഡി ഒരു വലിയ ദേശീയവാദിയാണ്. ആ, ഇതെന്റെ മമ്മി, വിമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി. നമസ്കാരം. ഹലോ മിസ്റ്റർ ഹാൻസം. ഹലോ. ആ, ഇത് ചേട്ടൻ കൃഷ്ണകുമാർ, സ്റ്റേറ്റ് ടെന്നീസ് ചാമ്പ്യൻ. ചേട്ടാ വിജയ്. I know he is a very popular personality. Come on, Mr. ഭാസ്കർ, നിങ്ങൾ നല്ല നേരത്താ വന്നത്. നമുക്ക് ആഹാരം കഴിച്ചുകൊണ്ട് സംസാരിക്കാം. വരൂ. ക്യാപ്റ്റൻ കുടമാളൂർ, എന്തൊക്കെയാണ് മെനു? ചിക്കൻ മസാല, കൊഞ്ച്, പിന്നെ കിച്ചടി പച്ചടി, ഇരുശ്ശേരി മുൾശ്ശേരി എന്ന് വേണ്ട സകലതും ഉണ്ട് സാർ. അമ്മയ്ക്ക് ഇരിക്കണം, ഞാൻ വിളമ്പാം. അങ്ങോട്ട് പോ. വെൽ മിസ്റ്റർ വിജയഭാസ്കർ, എവിടെയാണ് താമസിക്കുന്നത്? നേതാജി മൻസർ, MG റോഡ്. ചേട്ടാ, മിസ്റ്റർ ഭാസ്കറിന്റെ ഹെവി പ്രോഗ്രാമാണ്. ഇന്നൊരു ദിവസമാണ് റെസ്റ്റ് കിട്ടിയത്. ഡാഡിക്ക് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഭാസ്കർ ഇവിടെ വന്നത്. I see. അന്നത്തെ നിങ്ങളുടെ സ്പീച്ച് നന്നായിരുന്നു. അതെ, ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതോ അതോ വായി തോന്നുന്നു വിളിച്ചു പറയുന്നത്? ഭാസ്കറിനെ ധർമ്മസങ്കടത്തിലാക്കാതെ. ഇല്ലില്ല, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സമൂഹത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, തൊഴിൽ രഹിത പ്രശ്നം, പട്ടിണിപ്പാവങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾ, ഈ നാട്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ അടിമത്തം, ഇതെല്ലാം എന്റെ ഹൃദയത്തെ കുത്തി നോവിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദനയാണ് എന്റെ പ്രസംഗം. അത് മനപ്പാടമല്ല, ലക്ഷങ്ങളുടെ തേങ്ങലുകളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്.
അതെ, മിസ്റ്റർ ഭാസ്കർ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? BA എക്കണോമിക്സ്. അതെന്താ മറ്റൊരു കോഴ്സും കിട്ടാനിട്ട് എന്തെങ്കിലും ഒരു ഡിഗ്രി വേണമെന്ന് കരുതി അല്ലേ? അങ്ങനെയല്ല, സാമ്പത്തിക ശാസ്ത്രം അറിയാനും അതിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാനുമുള്ള അടങ്ങാത്ത ആവേശമായിരുന്നു എനിക്ക്. ഓക്കെ. അപ്പോൾ താങ്കളുടെ ആത്യന്തിക ലക്ഷ്യം പ്രസംഗം. പ്രസംഗം ജീവിത ലക്ഷ്യം? അതെ, അതുകൊണ്ട് ഞാൻ എന്റെ ഭാവികാല സങ്കല്പങ്ങളുടെ വിത്ത് വിതയ്ക്കും. പാഴ്പേച്ച് പോലെ നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയും? സംസാര ശക്തി മനുഷ്യന് മാത്രമുള്ള സിദ്ധിയാണ്. അത് നിലച്ചാൽ സാറൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സംസാര ശക്തി നഷ്ടപ്പെട്ട ഊമകളായ മനുഷ്യ സമുദായത്തെ പറ്റി എങ്ങനെയിരിക്കും? അതിലെന്തെങ്കിലും അർത്ഥം കാണാൻ താങ്കൾ കഴിയുമോ? സാർ, അന്ന് എബ്രഹാം ലിങ്കൻ പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ അമേരിക്ക ഇന്നും അടിമത്തത്തിൽ ആണ്ട് കിടക്കുമായിരുന്നില്ലേ? അന്നേക്കൊരു മാർക്ക് ആന്റണി പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ മഹത്തായ റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നില്ലേ? സോക്രട്ടീസും കാറൽ മാർക്സും ലെനിനും പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ ഗതി എന്താകുമായിരുന്നു? ലോകത്തിന്റെ തന്നെ പ്രായം അളക്കുന്നത് ക്രിസ്തുവിന്റെ പേരിലാണ്. ആ പുണ്യാത്മാവ് പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ സാറൊന്ന് സങ്കല്പിച്ച് നോക്കൂ. മിസ്റ്റർ വിജയഭാസ്കർ. ഉദാഹരണം തേടി ഞാൻ അധിക ദൂരം പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു വിവേകാനന്ദൻ പ്രസംഗിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു മഹാത്മാഗാന്ധി പ്രസംഗിച്ചില്ലായിരുന്നുവെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഒരു അംബാസിഡർ ജപ്പാനിൽ കാണുമായിരുന്നില്ല. ലക്ഷങ്ങളുടെ ജീവൻ കൊടുത്ത് മഹായുദ്ധങ്ങളോട് വെട്ടിപ്പിടിച്ച ചരിത്രമാണ് രാജ്യങ്ങൾക്കുള്ളത്. കൂർമ്മയുള്ള അറിവും മൂർച്ചയുള്ള നാക്കും കൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ചെയ്ത പ്രസംഗം മൂലം VK കൃഷ്ണമേനോൻ കാശി സംസ്ഥാനമേ നമുക്ക് സ്വന്തമാക്കിയില്ലേ? ലോകത്ത് നടന്ന എല്ലാ വിപ്ലവങ്ങളുടെയും ആവേശവും അടിസ്ഥാനവും അത്തരം പ്രസംഗങ്ങളിലായിരുന്നില്ലേ? താങ്ക് യു വെരി മച്ച്. മിസ്റ്റർ ഭാസ്കർ, നിങ്ങൾ ജീവിച്ചോളൂ. സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അംബാസിഡർ സാർ, അപ്പൊ ഞാൻ വരട്ടെ. താങ്ക് യു ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. വരട്ടെ. നാളെ ടാഗോർ സെമിനറി ഹാളിൽ മിസ്റ്റർ ഭാസ്കർ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ കൂടെ പോട്ടെ? പ്ലീസ് ഡാഡി. Let her go. എന്റെ ബന്ധുക്കളെ മാത്രമല്ലേ ഭാസ്കർ I പരിചയപ്പെട്ടു? see. ഞാൻ ആരാധിക്കുന്ന ധാരാളം പേര് ഇവിടെ ഉണ്ട്. Is it? വരൂ, പരിചയപ്പെടുത്താം. എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. ഇവരാണ് ഞാൻ ആരാധിക്കുന്നത്. ഒരു ചിത്രശാല പോലെ ഉണ്ടല്ലോ. അതെ, ഞാൻ വെട്ടിയൊട്ടിച്ചതാ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിന്റെ ഉന്നത തലങ്ങളിൽ എത്തിച്ചേർന്നവർ. ഇവരെ ആരാധിക്കുക എനിക്കൊരു ലഹരിയാണ്. ആട്ടെ, ഇടയിൽ ദേവിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. ഇവരിൽ ഒരാളാകാനുള്ള എന്റെ ആഗ്രഹമാണത്. ഇവരോടൊത്ത് എന്റെ ഒരു ഫോട്ടോയെങ്കിലും ഇരിക്കുന്നത് അഭിമാനിക്കാവുന്നതല്ലേ? മിസ്റ്റർ ഭാസ്കർ, വെറും വെള്ളത്തിലെ കുമിളകൾ പോലെ ജനിച്ചു മരിക്കുന്ന കോടികളിൽ ഒന്നാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വാട്ട് യു മീൻ? അതെ, ജീവിച്ചിരുന്നപ്പോൾ നാം എന്ത് ചെയ്ത് തീർത്തുവെന്ന് നാളത്തെ തലമുറ അന്വേഷിക്കണം. അത്തരക്കാരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്, സമൂഹത്തെ മാറ്റിയെടുത്തിട്ടുള്ളത്. ഞാൻ ഭാസ്കരനിൽ കാണുന്നതും അത് തന്നെയാണ്. അപ്പോൾ എന്റെ ഫോട്ടോയും ദേവി ഭിത്തിയിൽ ഒട്ടിക്കും? തീർച്ചയായും ഞാൻ അത് ഒട്ടിക്കും. ഡാഡി, നിങ്ങളൊക്കെ വരേണ്ടതായിരുന്നു. സിംപോസിയത്തിൽ ഭാസ്കരൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഓരോ വാക്കുകൾക്കും ഓഡിയൻസ് കൈയടിക്കുകയായിരുന്നു. സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ചേട്ടാ. എത്ര പേരാണ് ഓട്ടോഗ്രാഫായി വന്നു നിൽക്കുന്നത്. ഫോട്ടോഗ്രാഫർമാർ, പത്രക്കാർ, മാലയിടുന്നവർ ഒക്കെ ഒരു ബഹളായിരുന്നു. ഞാനും ഭാസ്കരന്റെ കൂടെ പ്രസംഗിച്ചു. നീ ഇങ്ങനെ ചുറ്റി നടന്നാൽ വായിക്കാനും പഠിക്കാനും ഒന്നുമില്ലേ? ഓ, അവള് പഠിക്കുന്നു. പഠിപ്പിച്ചാൽ മാത്രം നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. നിങ്ങൾ അകത്ത് പോയി ജോലി നോക്ക്. ദേ, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല പയ്യനെ കണ്ടുവെച്ച് അവളുടെ കല്യാണം വേഗം അങ്ങ് നടത്തണം. ഡാഡി, എനിക്ക് കല്യാണത്തിന് ആരും ആളെ നോക്കി അലയണ്ട. നിനക്കെന്താ വിവാഹം വേണ്ടെന്ന് വെച്ചു? ഏയ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വിവാഹം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു പാർട്ട്ണർ കൂടി ചേർക്കുന്നതാണ്. അത് അവനവൻ കണ്ടുപിടിക്കേണ്ടതാണ്. എന്റെ പാർട്ട്ണറെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. വിജയഭാസ്കർ എന്ത് പോപ്പുലർ ആണെന്നോ? ദേവി, സംസ്കാരവും സ്വാതന്ത്ര്യവും താൻ തോന്നുന്ന തരത്തിലുള്ളതല്ല. നീ കണ്ടെത്തിയ പാർട്ണർ ആരാടി?
അവന്റെ നാടോ വീടോ നീ അറിയുമോ? മാതാപിതാക്കൾ നീ അറിയുമോ? നീ അവനെ മറന്നേക്ക്. നോ ഡാഡി, എനിക്കതിന് കഴിയില്ല. ദേവി, ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ അത് ഭാസ്കറിന് മാത്രമായിരിക്കും. നിന്റെ തീരുമാനം ഉറപ്പാണല്ലേ? അത്തരത്തിലൊരുത്തനെ കല്യാണം കഴിച്ച് തെരുവിൽ തണ്ടാനോ എന്റെ മകളായി ഈ വീട്ടിൽ ജീവിക്കാനോ ആഗ്രഹമെന്ന് ആലോചിച്ച് പറയും. നീ ഇങ്ങനെ ഒരു തൊട്ടാവാടിയായി പോകുമെന്ന് ഞാൻ കരുതി. നീ എന്തിനാ കരയുന്നത്? ഡാഡി പറഞ്ഞത് ഒരു പിതാവെന്ന നിലയിൽ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. നേരിയ മുൻപരിചയം പോലും ഇല്ലാത്ത ഒരുത്തിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കണമെന്നാണ് നിന്റെ പിടിവാശി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ജീവിതത്തിൽ താൻ ഏറ്റവും വലിയ നിലയിലെത്തണമെന്ന് ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് എന്നാലാവുന്ന സഹായം ചെയ്യണമെന്ന ഒരേ ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് ചേട്ടാ ഞാൻ വിജയഭാസ്കറിനെ ജീവിത പങ്കാളിയായി ഓക്കേ ദേവി, തീരുമാനിച്ചത്. ഓക്കേ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ നിന്റെ കൂടെ തന്നെയാണ്. പക്ഷേ നീ വിജയഭാസ്കറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നീ ആദ്യമായിട്ട് എനിക്കൊരു വാക്ക് തരാം. ഒന്ന്, നീ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നതിനെതിരായി വിജയഭാസ്കർ ജീവിതത്തിൽ ഒരു പരാജയമായി മാറുകയാണെങ്കിൽ അന്ന് നീ ഒരു ഡൈവോഴ്സ് വേണമെന്ന ആവശ്യവുമായി ഇവിടെ കടന്നു വരും. രണ്ട്, അന്നുണ്ടായേക്കാവുന്ന മാനസിക വിക്ഷോഭത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ, കീഴ്പഹത്യ തുടങ്ങിയ ചടുല വികാരങ്ങൾക്ക് നീ അടിമപ്പെട്ടു പോകരുത്. മൂന്ന്, ഒരു ചുറ്റുപാടിലും ഒരു നിരാശയെ പോലെ ഈ വീട്ടിൽ കടന്നു വന്ന് നീ സാമ്പത്തിക സഹായത്തിന് കൈനീട്ടി നിൽക്കരുത്. ഇല്ല ചേട്ടാ, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. ഇത് സത്യം. ശരി, നിന്റെ വിവാഹം ഞാൻ നടത്തി തരും. No, it's impossible. കൃഷ്ണകുമാർ, നീ കാരണം ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നാണക്കേടുകൾ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നീ സ്നേഹിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടി നിന്നെ ഉപേക്ഷിച്ചു പോയി. അതിൽ ജനിച്ച നിന്റെ കുട്ടിയെ ഇനി ഞാൻ ഊട്ടിയിലെ ഫോർമലിൽ പഠിപ്പിക്കേണ്ട ഗതികളിലാണ്. ഇത്രയൊക്കെ ആയിട്ടും നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരി അത്ര ഒരു ചുറ്റുപാടിലേക്കാണോ നീ തള്ളിവിടുന്നത്? ഞാൻ ചെയ്ത വിവാഹത്തിനും വിജയഭാസ്കറും ജയദേവിയും തമ്മിലുള്ള സ്നേഹത്തിനും വലിയ വ്യത്യാസം. ഞാൻ വെറും പൊള്ളയായ സൗന്ദര്യത്തെയാണ് സ്നേഹിച്ചത്. ജയദേവി സ്നേഹിക്കുന്നത് ഒരു മാതൃകാ പുരുഷൻ. ദേവിയത് ഡാഡി വിവാഹത്തിൽ തടസ്സം. പ്ലീസ് ഡാഡി, പ്ലീസ്. ഡാഡിയുടെ മകൾ ജയദേവിയുടെ വിവാഹമാണ് നടക്കുന്നത്. ഇവിടെ വരെ വന്ന നിലയ്ക്ക് വേണ്ട, ഒന്നും പറയണ്ട. എന്റെ സമൂഹത്തിൽ കൂടി നടക്കുന്ന വിവാഹമല്ലത്. അതിൽ ഞാൻ പങ്കെടുക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെന്തിനാ ഇവിടെ കാത്തു നിൽക്കുന്നത്? അവരെ വിളിച്ച് വീട്ടിലൊരു വിരുന്ന് കൊടുക്കാൻ, ഒരു ചടങ്ങെന്ന നിലയിൽ മാത്രം. ഞാൻ പോകുന്നതിൽ വിരോധമൊന്നുമില്ല. നിന്നെ ഞാൻ പറയില്ല. നീയാണല്ലോ ഇതെല്ലാം നടത്തി വയ്ക്കുന്നത്. എല്ലാ നിലയിലും നീ ഉണ്ടാവുമല്ലോ. സമൂഹത്തിന്റെ സാംസ്കാരിക മുന്നേറ്റത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് പലതരം നേട്ടങ്ങൾ കൈവരിക്കണമെന്ന ആത്മാർത്ഥമായ ഉദ്ദേശത്തോടെ ജീവിത ബന്ധാവിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ഈ വധൂവരന്മാരെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും വേണ്ടി സാമൂഹ്യ സേവനത്തിന്റെ പര്യായവും കർമ്മനിരതയും ചുരുങ്ങിയ കാലത്തെ ഭരണപാഠവും കൊണ്ട് കേരള മണ്ണിന്റെ പുളകമായി മാറി കേരളീയരുടെ കണ്ണിലുണ്ണിയായി തീർന്ന ഭാരതത്തിന്റെ വീരപുത്രി ശ്രീമതി ജ്യോതി വെങ്കടാചലം അവர்களെ ഈ വിവാഹത്തിന്റെ കാർമ്മികത്വം നിർവഹിക്കാൻ ഞാൻ ക്ഷണിച്ചു. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ.
ഇങ്ങോട്ടന്നെ ആ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ആമ്പിള്ളേരൊക്കെ കല്യാണം കഴിച്ചു. എന്റെ കാര്യമാണ് കഷ്ടം. വലതുകാലി വെച്ച് അകത്തോട്ട് വാ മോളെ. എക്സ്ക്യൂസ് മീ, ഒരു സ്റ്റിൽ എടുത്തോട്ടെ. യെസ്, റെഡി, സ്മൈൽ പ്ലീസ്. സാർ, നിങ്ങളൊന്ന് ചിരിക്കണം. ഓക്കെ, താങ്ക് യു സാർ. വരൂ, എല്ലാവരും ഇരുന്നാട്ടെ. ആദ്യം രണ്ടുപേരും മുത്തച്ഛന്റെയും അച്ഛനമ്മമാരുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കും. എന്നിട്ട് പാലും പഴവും കഴിക്കാം. അപ്പൊ ഞങ്ങൾക്കൊക്കെ എന്താണ് പ്രൊഫസർ? സോഡായും കളറുമാണോ അതോ ചമ്പാവലിയുടെ ചോറോ? വിഷ് ഓൾ ദി ബെസ്റ്റ് മൈ ചിൽഡ്രൻ. നന്മ വരട്ടെ മക്കളെ. 10 പേര് നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും 4 പേര് നിങ്ങളെ പരിഹസിക്കാൻ ഇടവരുത്തരുത്. അതിനെക്കുറിച്ച് ഒന്നും അമ്മാവൻ വിഷമിക്കണ്ട. പരിഹസിക്കാൻ വരുന്നതിൽ ഒരാൾ അമ്മാവനാകാതിരുന്നാ മതി. എല്ലാം തമ്മിൽ ഒത്തുകൂടിയ പിന്നെ എന്തിനാ തർക്കിക്കുന്നത്? പെണ്ണും ചെറുക്കനും പാലും പഴവും കഴിക്കട്ടെ. ഈ വീട്ടിൽ ഞാനടുത്തുള്ള കാര്യം മറന്നുപോയോ? എന്റെ അനുഗ്രഹം വേണ്ടേ? മോളെ, നീ ഊട്ടിയിൽ നിന്ന് വരുന്നതിന് ലേറ്റായി പോയതുകൊണ്ടല്ലേ നിന്നെ കൂടാതെ ഞാൻ കല്യാണത്തിന് പോകേണ്ടി വന്നത്. സോറി. എന്റെ മോളെ, നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എന്നും ആവശ്യമാണ്. തീർച്ചയായും ആവശ്യമാണ് മോളെ. താങ്ക് യു. Wish you all the best of luck. പാടുന്നു. മാമുട്ടി സാർ, ഫ്ലൈറ്റ് ടിക്കറ്റ് PA അടുത്തുനിന്ന് വാങ്ങിച്ചു വെച്ചോളൂ. ആ ബെൻസ് എടുത്തിടും. സാർ, അത് ഇന്നത്തേക്ക് ബെൻസ് വേണ്ടി ദേവിക്കുന്ന് വേണമെന്ന് പറഞ്ഞു. അമ്പലത്തിൽ തൊഴാൻ പോകാനാണത്രേ. വേണ്ട മാധവൻകുട്ടി, ഞങ്ങളുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. വിവാഹത്തിന് മുമ്പ് അമ്മാവൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല. വെറുതെ ഒരു വഴക്കത്തിന് വേണ്ടി 2-3 നാൾ ഇവിടെ നിന്നു മാത്രം. താലി കെട്ടിയിട്ടും പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകാത്ത എന്താണെന്ന് നാളെ അമ്മാവൻ ചോദിച്ചാൽ? തീർച്ചയായും സ്വാശ്രയത്വമാണ് നല്ലത്. ബട്ട് വൺ തിങ്, മാതാപിതാക്കൾ നിശ്ചയിക്കുന്ന വിവാഹത്തിനും സ്വയം നിശ്ചയിക്കുന്ന വിവാഹത്തിനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ദേവി, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? വിവാഹം കഴിഞ്ഞ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് വീട് വിട്ടു പോകുന്നുണ്ടോ? നിങ്ങൾ എങ്ങോട്ട് പോകാൻ? ദേവി, ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു തീരുമാനം. നിങ്ങൾക്ക് ഇവിടെ എന്താണ് അസൗകര്യം? നോ, ഈ വിഷയത്തിൽ ആരും തലയിടണ്ട. എന്റെ തീരുമാനം എപ്പോഴും അവസാനത്തേതായിരിക്കും. നടന്നതെല്ലാം ദേവിയുടെ ഇഷ്ടപ്രകാരമാണ്. ഇനി അവൾ ആശ്രയിക്കേണ്ടത് അവളുടെ ഭർത്താവിനെയാണ്. അമ്മാവൻ പറഞ്ഞതാണ് ശരി. എന്റെ കൈകളിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളെ ആശീർവദിച്ചാലും. ആശീർവാദം അത് വേണ്ടുവോളം. നമ്മുടെ മകളും മരുമകനും കുറച്ചുനാൾ നമ്മളോടൊത്ത് കഴിയുന്നതിൽ എന്താണ്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ പണക്കാരന്റെ വീട്ടിൽ നിന്നും പെണ്ണെടുത്ത് ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായിരിക്കാമെന്നുള്ള മോഹം വേണ്ടാന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഒരു ചില്ലി കാശിന് വേണ്ടി ഈ ജന്മം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കില്ല. ദേവി, കമോൺ. ഭാസ്കർ, ജസ്റ്റ് മിനിറ്റ്. ഇതാ വരുന്നു. ഭാസ്കർ, കൺഗ്രാചുലേഷൻസ്. എന്റെ അനുജത്ത് ജയദേവിയുടെ ഭർത്താവാകാൻ നിനക്ക് കഴിഞ്ഞത്
വലിയ ഭാഗ്യമാണ്. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്നും കൂട്ടുനിൽക്കും. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. എഴുന്നേൽക്കും. ദേവി, വിവാഹിതയായതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ നല്ല ഭാര്യയാകണമെന്നില്ല. നീ എല്ലാ അർത്ഥത്തിലും എനിക്ക് നല്ല ഭാര്യയാകണം. എടുക്കാതെ ഇതൊന്നാടി 5 രൂപയ്ക്ക് 5 മീനോ? അയ്യോ, അധികം ചോദിക്കാതെ. ഇത് തന്നെ കടം മേടിച്ചോണ്ട് വരുന്നതാണ്. ഇത് വിറ്റെന്തെങ്കിലും കിട്ടിയാലേ കുടുംബം നോക്കാൻ പറ്റൂ. നിന്റെ ഭർത്താവിന് ജോലിയില്ലേ? ഭർത്താവ് പേരിന് അങ്ങനെ ഒരാള് വേണമല്ലോ. നീ എന്തായി പറയുന്നത്? അതെ, എന്റെ കെട്ടിയോണ്ടൊരു കണ്ടുകൂടിയനാണ് ചേച്ചി. ഒരു വേലയ്ക്കും പോവില്ല. എനിക്കൊരു ആൺതുണ വേണമല്ലോ. ഞാനീ കൊട്ട ചുമന്നു ജീവിക്കുന്നു. അതൊരു യോഗ്യതയല്ലടി. നിന്നെ പോലുള്ള അടിമകളാണ് ആണുങ്ങളെ മടിയന്മാരാക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന്? ചെയ്യേണ്ടതോ ഞാൻ പറയാം. അവനെ കൊണ്ട് ഈ കുട്ട ചൂണ്ടിക്കണം. അവൻ സമ്പാദിച്ചു വേണം നീ തിന്നാൻ. രാത്രിയിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് കമന്ന് കിടക്കണോടി. ഇവളുമാരുടെ കണ്ണീര് കണ്ടാവും. നീ കൂട്ടാൻ ഒക്കില്ല. വാ, നമുക്ക് പോകാം. വാ ചേച്ചി, ഇതൊന്ന് പൊക്കി തിരിച്ചേച്ചി. കൊള്ളാം കേട്ടോ. മനസ്സിലായി, മീൻ കഴിക്കാൻ കാശുണ്ട്, ഇറച്ചി കഴിക്കാൻ കാശുണ്ട്, പുതിയ പുതിയ സാരികൾ വാങ്ങാൻ കാശുണ്ട്. വാടക തരാൻ മാത്രം കാശില്ല. ഇന്ന് 11 ഒരു ദിവസമല്ലേ അധികമായുള്ളൂ. ഒന്നെങ്കിൽ ഒന്ന്. അതെന്തുകൊണ്ട് കൂടിയെന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാനീ 4 കെട്ടും കെട്ടി കാത്തിരിക്കുന്നതേ വാടക വാങ്ങിച്ച് തിന്നാനാ. ദേവി, നിങ്ങൾ മാത്രമേ എന്റെ ഇന്ന് പലിശയ്ക്ക് മേടിക്കാതിരുന്നിട്ടുള്ളൂ. എത്ര വേണമെന്ന് ചോദിച്ചാട്ടെ. വേണ്ട വേണ്ട, ആ ഗതികേട് എനിക്ക് ഇതുവരെ വന്നില്ല. അതെ അതെ, തിന്നാനും കുടിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? പൊറുക്കുന്നത് മാത്രം സത്രത്തിലാണെന്നാ ധാരണ. തിന്നുന്നതിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അത്രയ്ക്ക് അഭിമാനിയാണെങ്കിലേ കയ്യിലോ കാതിലോ ഉള്ളത് ഒരു പണയം വെച്ചിട്ട് ഓഹോ, അപ്പൊ നിങ്ങൾക്ക് അതാണ് വേണ്ടതല്ലേ? അതെ, ഇതാണ് അങ്ങനെ ഗുരുവായൂർ. എന്ത് വാടക ഒരു ദിവസം താമസിച്ചാൽ വളയൂരി വാങ്ങുമെന്നു, അല്ലെങ്കിൽ തെറി പറയുമെന്നു ജയദേവി ആരാണെന്ന് കരുതി? ഒരു കൊട്ടാരം കെട്ടി വെച്ചിരിക്കുന്നു വാടക പിരിക്കാൻ. അവരുടെ പട്ടിക്കൂടും മാറ്റത്തൊഴുത്തും ഇതിനേക്കാൾ വലുതാണെന്ന് നിനക്കറിയോ? വരവിന് വേറെ മാർഗമില്ലാഞ്ഞിട്ടാണ് വാടകയെ ശരണമെന്ന് പറഞ്ഞ് ഞാൻ കഴിയുന്നു. അതുകൊണ്ട് എന്ത് വായിക്കളയാവുന്നു? എന്റെ പെങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ദുരിതം എനിക്കറിയാം. മണ്ണെണ്ണയ്ക്ക് വരിക്കും വേണ്ടി കൈനീട്ടി അലയുന്നവളല്ല അവൾ. കേറിക്കിടക്കാൻ ഇടമില്ലാഞ്ഞിട്ടാണ് അവൾ നിന്റെ വടക്ക് വശത്ത് കൂടിയെന്ന് നീ ധരിക്കരുത്. അയ്യോ, ഞാൻ വാടക മാത്രമേ ചോദിച്ചുള്ളൂ. ശബ്ദിച്ചു പോകരുത്. എടോ, മൊത്തം ഈ വീടിന് എന്ത് വില വരും? ഇതുപോലെ 100 ഞാൻ വാങ്ങും. ഇതാണ് നിന്റെ വാടക. ഓ, നിന്റെ ആത്മാഭിമാനമായിരിക്കും. നീ എന്തിനു വീട് വിട്ടിറങ്ങി? ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി. അത് നേടുന്നത് വരെ എന്തും സഹിക്കാനുള്ള മനക്കരുത്ത് നിനക്കില്ലാതെ പോയാൽ നീ കരയുന്നു. ഒരിക്കലും നിന്റെ പ്രശ്നത്തിന് കണ്ണുനീർ ഒരു പരിഹാരമാവില്ല. പ്രസംഗിച്ചു നടന്ന ഭർത്താവിനെ കൊണ്ട് പ്രവർത്തിയെടുപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവളാണ് നീ. അംബാസഡർ ജനാർദ്ദനന്റെ മകൾ, കൃഷ്ണകുമാരന്റെ പെങ്ങൾ. നീ കരയരുത്. പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ ഒരിക്കലും നീ തളരരുത്. നിന്റെ പോരാട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ. നീ വലിച്ചെറിഞ്ഞ സുഖസൗകര്യങ്ങൾക്കും തിരഞ്ഞെടുത്ത ഈ കഷ്ടപ്പാടുകൾക്കുമിടയിൽ എല്ലാം അറിയുന്ന നിന്റെ ചേട്ടനുണ്ട് മോളെ. നീ ജയിക്കുന്നത് കാണാൻ, നിന്റെ ലക്ഷ്യം നിറവേറുന്നത് കാണാൻ. കരയരുത് ഇനി ഒരിക്കൽ. ഞാനെന്തിനു കരയണം? ഞാൻ കരയില്ല. എന്റെ ഭർത്താവിനെ തിരുത്തണം. എല്ലാരെയും പോലല്ല ഞാൻ. എനിക്കല്ല ഇതെനിക്കാ. കയ്യടിയില്ല, സാരമില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, യുവജന സംഘടനയുടെ നേതാവായ ശ്രീ വിജയ ഭാസ്കർ
അദ്ദേഹത്തിന് ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ യോഗം ഇവിടെ കൂടിയിട്ടുള്ളത്. തന്റെ സിദ്ധാന്ത പ്രചരണാർത്ഥം നാട് മുഴുവൻ വേഗത്തിൽ ഓടിയെത്തുന്നതിന് ശ്രീ ഭാസ്കറിനൊരു കാറ് പോരാ, പകരം ഒരു റോക്കറ്റ് തന്നെ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റിൽ റോക്കറ്റുകൾ ഇല്ലാത്തത് കൊണ്ടും അത് വാങ്ങുവാനുള്ള പണം പിരിഞ്ഞു കിട്ടാത്തത് കൊണ്ടും തൽക്കാലം ഈ അംബാസിഡർ കാറ് കൊണ്ട് ശ്രീ വിജയഭാസ്കർ തൃപ്തിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കാറിന്റെ താക്കോൽ ഏറ്റുവാങ്ങുവാൻ ശ്രീ വിജയഭാസ്കറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താക്കോൽ താക്കോൽ കൂടെ കൂടെ കാല് മാറുന്നവന്റെ താക്കോലും മാറും. പൂർണ്ണ മതി. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ ശ്രീ വിജയഭാസ്കറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കലക്ക്. എന്റെ ജീവന്റെ ജീവനായ നാട്ടുകാരെ, എനിക്ക് നിങ്ങൾ സമ്മാനിച്ച ഈ കാർ ഒരു പുഷ്പവിമാനത്തിന് തുല്യമാണ്. എനിക്ക് ജീവനുള്ള കാലം വരെ ഇത് ഞാൻ മറക്കില്ല. ഒരു പുതിയ അപ്പോസ്തലൻ പിറന്നിരിക്കുന്നു. ആരാണ് ഇവൻ? ഇന്നലെ കുരുത്ത തകര. എവിടെ നോക്കിയാലും അവന്റെ യോഗവും സ്വീകരണവും കാറ് സമ്മാനവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്നാ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം പരിഗണനയിലാണ്. ഇല്ല, അങ്ങനെ ഞാൻ അവനെ വിടില്ല. ഞാൻ പാരമ്പര്യ രാഷ്ട്രീയക്കാരനാണ്. അവന്റെ ചാപ്റ്റർ എവിടെ ക്ലോസ് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റ് സംഗതി ഭംഗിയായി നടത്തരാം. അവന്റെ കാർ ചാമ്പലാക്കണം, അവനതിൽ ഉണ്ടായിരിക്കണം. ഇതാ ഇന്നലെ വിജയഭാസ്കർ പ്രസംഗിച്ച സ്ഥലത്ത് ഭയങ്കര അടിയും ബഹളവും നടന്നു. ഭാസ്കറിന്റെ തലയ്ക്ക് അടിയേറ്റു. ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി രക്തം കൊടുത്തു. ഒരുവിധ സുഖമായപ്പോ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇപ്പൊ പോലീസ് കസ്റ്റഡിയില്ല. സാറ് പോയി ജാമ്യത്തിൽ ഇറക്കണം. അവന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നിന്നെ അവർ പിടിച്ചാകത്താൻ. ഏത് പോലീസ് സ്റ്റേഷനിൽ? ഊളമ്പാറ പോലീസ് സ്റ്റേഷനില്ല. അവരീ കാര്യം അറിഞ്ഞിട്ടില്ല.